താങ്ക്സ് അഗൈൻ. ആഹാ, വെറുതെ അല്ല ഞാൻ നിന്നെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്. നീ ശരിക്കും രാജകുമാരൻ തന്നെയാ. യു ലുക്ക് സോ ക്യൂട്ട്. താങ്ക്സ്. അമ്മ മഹാറാണിയും സൂപ്പർ ആയിട്ടുണ്ട്. ഇതാണ് വാങ്ങിയ റിങ്. നൈസ്. നിങ്ങൾ ക്യൂട്ട് കപ്പിൾ ആയിരിക്കുമെന്ന് തീർച്ചയാ. ആര് കണ്ടാലും അസൂയപ്പെടും. നോക്കിക്കോ. എല്ലാത്തിനും നന്ദി പറയേണ്ടതേ ആ ശ്രീലക്ഷ്മിക്ക്. ഓഹോ, അപ്പൊ എനിക്കൊരു മാർക്കും ഇല്ലേ? ഫുൾ ആ കുട്ടിക്ക് തന്നെ കൊടുത്തു ടീച്ചർ. ആ കുട്ടി വിവാഹത്തിന് സമ്മതിച്ചതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നേ. അപ്പോ ആർക്കാ ഞാൻ നന്ദി പറയേണ്ടത്? ആ കുട്ടിക്കല്ലേ. ഓ അങ്ങനെ. എനിക്കേ വേണമെങ്കിൽ പൂനെയിൽ നിന്ന് പെണ്ണ് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു മാതാമയെ കൊണ്ടുവരുമായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ഗേൾസിനെ വെച്ച് അമ്മ എന്നെ അളക്കാൻ നോക്കരുത്. ഉവ്വ് അതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ പിന്നെ എന്റെ പുന്നാരമോൻ കേരളത്തിൽ കാലുകുത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാൻ ഞാൻ. സത്യം പറഞ്ഞ നിനക്ക് 10th സ്റ്റാൻഡേർഡിൽ മാത്സിന് 100ന് 100 മാർക്ക് കിട്ടിയപ്പോഴും മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴും നീ പൂനെയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് എത്ര സന്തോഷം കിട്ടിയോ അതിനേക്കാൾ ഒരുപാട് സന്തോഷം എനിക്കിപ്പൊ കിട്ടിയിരിക്കെ. ഐ ആം വെരി 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 ഹാപ്പി നൗ. ഓക്കേ, ശ്രീലക്ഷ്മി ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി. ഹാപ്പി ഡേയ്സ് ആർ ഹിയർ അഗൈൻ. എന്തായാലും പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. നീ പറഞ്ഞില്ലേ ഈ മോതിരത്തിന്റെ ക്യാഷ് രവിചന്ദ്രവർമ്മൻ സാറാണ് നൽകിയതെന്ന്? അതുമാത്രം ശരിയായില്ല. ദേ, നമുക്ക് ആ കാശ് തിരികെ കൊടുത്തേ പറ്റൂ. നീ എതിരൊന്നും പറയരുത്. ഐ ഡോണ്ട് വാണ്ട് എനി ഒബ്ലിഗേഷൻസ്, പ്ലീസ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ വാങ്ങി തന്ന ശ്രീലക്ഷ്മി. നമ്മൾ ക്യാഷ് തിരികെ കൊടുത്താ അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായി പോവും. അത് വേണ്ട. അദ്ദേഹം എന്റെ ഒരു റിയൽ വെൽവിഷറാണ്. അദ്ദേഹത്തിന്റെ ആശംസകൾ എനിക്ക് ഈ രൂപത്തിൽ തന്നു. അപ്പൊ അതിനെ എങ്ങനെ തിരികെ കൊടുക്കും നമ്മൾ? എന്നാലും ഇതൊക്കെ പയ്യന്റെ വീട്ടുകാർ വാങ്ങേണ്ടതല്ലേ? അതല്ലേ അതിന്റെ ഒരു ട്രഡീഷൻ? ആയിരിക്കാം. സി, ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ സന്തോഷം അമ്മയ്ക്ക്, ഒരു ജോഡിക്ക് ഒരു മോതിരം ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്തതിന്റെ സന്തോഷം അദ്ദേഹത്തിന്. അപ്പൊ എല്ലാ കണക്ക് ശരിയായില്ലേ എന്റെ മാത്സ് ടീച്ചറിന്? നീ എന്നെ മാത്സ് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഏതിനും ശരി, ഞാനായിട്ട് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. ഇറങ്ങാൻ നമുക്ക്. ഞാനേ എന്റെ ഫോൺ എവിടെയെന്ന് നോക്കട്ടെ. ജൂനിയർ ശ്രീലക്ഷ്മിക്ക് കാലുവേദന കുറഞ്ഞോ എന്നറിയില്ലല്ലോ. ഐ ഹോപ്പ് ഷീ വിൽ ബി ഓക്കെ. എന്തായാലും ഒരു മെസ്സേജ് അയച്ചു നോക്കാം നമ്മൾ പുറപ്പെടാൻ പോവുകയാണെന്ന്. നിന്റെ DP ഒന്ന് നോക്കട്ടെ പ്ലീസ്. ഓ, ഞാനും ഫോണൊക്കെ കണ്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ നീ ഒന്ന് കാണിക്കേ. അല്ലെങ്കിൽ ഞാൻ എന്റെ ഫോണിൽ നിന്റെ അക്കൗണ്ട് പരിശോധിച്ചോളാം. എടാ കള്ള തിരുമാലി, അതിനിടയ്ക്ക് ഫോട്ടോ എടുത്തല്ലേ? അയ്യോ അമ്മ വിട്, എനിക്ക് വേദനിക്കുന്നു. ആ സുജാതെ, എവിടെ എത്തി? ആ ബീനയും താരേച്ചും കൂടെ ഉണ്ടോ? ആ
മോർണിംഗ് ശ്രീലക്ഷ്മി. നിന്റെ കാലുവേദന എങ്ങനെയുണ്ട്? അല്പസമയത്തിനുള്ളിൽ നമ്മൾ പുറപ്പെടും. Can't wait to see you. We are coming. നിന്റെ ഈ എൻഗേജ്മെന്റിനെ കുറിച്ചും കല്യാണത്തിനെ കുറിച്ചുമൊക്കെ എന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു. അതിന് മറ്റെന്തൊക്കെ മാറ്റം വന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കല്യാണ ചെറുക്കൻ തന്നെ. കൃഷ്ണ പ്ലീസ്, നീ വന്നത് എന്നെ ഒരുങ്ങാൻ സഹായിക്കാനാണോ അതോ ഡീമോട്ടിവേറ്റ് ചെയ്യാനാണോ? ഹോ, എന്റെ അമ്മേ, നിനക്കൊന്നും തോന്നുന്നില്ലേ ശ്രീ? ഞാൻ ക്യാമ്പസിൽ കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. നെറ്റ് ചാർജ് ചെയ്യാനും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനും മാത്രമായിട്ട് ചില കാമുകന്മാരെ വച്ചിട്ടുള്ളത്. അവർക്ക് ഒരാള് പോയാ മറ്റൊരുത്ത വരുന്നതിന് ഒരു ഫീലിംഗും ഉണ്ടാകാറില്ല. ഇതിപ്പോ ഇത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം മുറിഞ്ഞു പോകുമ്പോഴും നിനക്ക് യാതൊരു ഫീലിംഗും? ആര് പറഞ്ഞു എനിക്ക് ഫീലിങ്സ് ഇല്ലാന്ന്? സ്വപ്നങ്ങൾ ആർക്കും എങ്ങനെയും കാണാം കൃഷ്ണ. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളേണ്ടി വരും. അതാ നീ മറന്നു പോകുന്നത്. ഓ, എല്ലാത്തിനും കൃത്യമായ ഉത്തരവുണ്ടല്ലോ. എങ്കിൽ പിന്നെ നിന്റെ പിടിവാശി എന്നെ നടക്കട്ടെ. നീ തോന്നിയതുപോലെ ചെയ്യ. ഞാൻ ആ വിഷയം വിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? എന്റെ ജീവിതത്തിൽ എന്നെക്കാളും അവകാശം മറ്റുള്ളവർക്കാ. അപ്പൊ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. വഴങ്ങിക്കൊടുക്കുക, അത്ര തന്നെ. ശരി, ആയിക്കോട്ടെ, വിഷയം വിട്. ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ഫോണിലെ ഡിസ്പ്ലേ കുറെ നേരമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്തോ മെസ്സേജ് വന്നതാന്ന് തോന്നുന്നു. ഏതോ അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുക. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. തന്റെ കാലുവേദന എങ്ങനെയുണ്ട്? ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. Can't wait to see you. അയ്യോ, ഇത് സച്ചി അയച്ച മെസ്സേജ് ആണല്ലോ. അത് ശരി. അപ്പൊ നീ സച്ചിയുടെ നമ്പർ പോലും ഫോണിൽ സേവ് ചെയ്തിട്ടില്ല അല്ലേ? ഫോണിലെ പേര് പോലും സേവ് ചെയ്യാത്ത ഒരാളെ നീ നിന്റെ മനസ്സിൽ എങ്ങനെയാ ശ്രീ സേവ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് നീ നിന്നെ തന്നെ ചതിക്കുകയാണെന്നാ. അതിനോടൊപ്പം നീ സച്ചിയും ചതിക്കുന്നു. അതാണ് സത്യം.
അതൊന്നും എനിക്കറിയില്ല കൃഷ്ണ. സത്യം പറഞ്ഞ സച്ചിയെ കാണുമ്പോ എനിക്ക് പാവം തോന്നാണ് പതിവ്. സച്ചി ശരിക്കും എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് സച്ചിയോട് തിരിച്ചിഷ്ടം തോന്നാറില്ല. ഒരിക്കലും അങ്ങനെ തോന്നുമൊന്നും വിശ്വാസമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യോടി? നീ തന്നെ പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരേ ഒരു കാര്യം. എന്റെ ഒരാളുടെ മൗനം കൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലാതാവുന്നു. എന്റെ നഷ്ടം ഞാൻ സഹിച്ച പോരെ. മതി. സച്ചി പ്രതീക്ഷിക്കും പോലെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഈശ്വര എന്ന ഹൃദയവേദന എനിക്കുണ്ട്. മനസ്സിൽ അല്പം പോലും ഇഷ്ടമില്ലാതെ ഞാൻ ഒരാൾക്ക് പ്രതീക്ഷ നൽകുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള മനസാക്ഷി കുത്ത് നിനക്ക് മനസ്സിലാകില്ല കൃഷ്ണ. ഇത് ചതിയാണോ ത്യാഗമാണോ എന്ന് പോലും അറിയാതെ മരവിച്ച ശ്രീലക്ഷ്മിയാ ഇപ്പൊ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. കൂടുതലൊന്നും ഇപ്പൊ എനിക്ക് പറയാനില്ല. അത്ര തന്നെ. അയ്യോ, ജിഫിൽ നിന്നും അറിയാതെ ഒരു മെസ്സേജ് സച്ചിക്ക് സെൻഡായി. നെവർ ലെറ്റ് മീ ഗോ. അയ്യോ ശ്രീ, സച്ചി മെസ്സേജ് കണ്ടു. ബ്ലൂ ടിക്കും കാണുന്നു. മറുപടി അയച്ചിരിക്കുക. നെവർ ഐ ലെറ്റ് യു ഗോ. ഒന്ന് വേഗം ഇറങ്ങരേക്കു. യമുന, വണ്ടിയുടെ കീ കൊണ്ടുവരൂ. ഈ അമ്മ ഇതോടെ പോയി. ഇതെന്താ രണ്ടുപേരും കൂടി രാവിലെ എവിടെ പോകുന്നു? ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് ഇന്നല്ലേ മദറല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. എന്തിന്? ആ കുട്ടി നമ്മുടെ ബന്ധുവൊന്നും അല്ലല്ലോ, വെറും ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രം. രവി മാത്രം ആ ചടങ്ങിന് പോയാ മതി. നമുക്കതുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ അമ്മ, ശ്രീലക്ഷ്മി നമ്മളെ പ്രത്യേകം ക്ഷണിച്ചല്ലേ. മാത്രമല്ല, അമ്മയ്ക്കും ആ കുട്ടിയോട് ഒരു ആത്മബന്ധം. ഓ, അതിലൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. അവരൊരു മര്യാദയ്ക്ക് ക്ഷണിച്ചു എന്ന് കരുതിയാ മതി. മാത്രമല്ല, അവര് തന്നെ അവരുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ച് ചെറിയ രീതിയിലാ എൻഗേജ്മെന്റ് നടത്തുന്നത്. ഇനി നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് കയറി ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. രഘു ഓഫീസിൽ പോകാൻ നോക്ക്. രേഖയ്ക്ക് വേണമെങ്കിൽ കൂടെ പോകാം, ഇല്ലെങ്കിൽ വീട്ടിലിരുന്നാ മതി. ബ്ലഡി ഹെൽ, രാവിലെ സന്തോഷത്തോടെ ഇറങ്ങിയപ്പോഴേ എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും തടസ്സം വരുമെന്ന്. രഘു, ഐ എം നോട്ട് കമ്മിങ്. രഘുവിന്റെ കാര്യം രഘു തീരുമാനിച്ചാ മതി. ഓറങ്ങോട്ട്. രേഖ, രേഖ നിക്ക്. ഞാനൊന്ന് പറയട്ടെ. രേഖ, 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 അവിടെ നിക്ക്. എന്തുപറ്റി? അമ്മ പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റിന് പോണ്ടാന്ന്. രേഖ, അമ്മ, ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് നമ്മളെല്ലാരും പോകണ്ടേ? അമ്മ എന്താ റെഡിയാകത്ത്? മാത്രമല്ല, രഘുവിനെയും അനിയത്തിക്കുട്ടിയും തടയുകയും ചെയ്തു. ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോകാൻ ഇതെന്താ എന്റെ മോന്റെ വിവാഹ നിശ്ചയമാണോ അവിടെ? അല്ലല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇന്നലെ രാത്രി ഞാൻ കണ്ട അമ്മയല്ലോ ഇത്. അമ്മ എനിക്ക് തന്ന പ്രോമിസ് ഒക്കെ മറന്നു എന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഗ്രൂപ്പായി പോയാൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാകും രവി. അതുകൊണ്ട് ഞാൻ പിന്നെ ശരി,
എങ്കിൽ ഗ്രൂപ്പായിട്ട് പോകണ്ട. പക്ഷേ അമ്മ പോണം, ഞാനും. കാരണം നമ്മൾ രണ്ടാൾക്കും ശ്രീലക്ഷ്മി വെറും വർമ്മൻ ഗ്രൂപ്പിലെ ഓഫീസ് സ്റ്റാഫ് മാത്രമായിരുന്നില്ല. അത് വേണം അമ്മ മറക്കാൻ പാടില്ലാത്ത. ദൈവങ്ങളെ, ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് നടക്കാൻ പോകുന്ന ഈ ചടങ്ങിന് എല്ലാ അനുഗ്രഹങ്ങളും നിന്ന് സഹായിക്കണേ കൃഷ്ണ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ആ സരോജം, എല്ലാം ഒന്ന് പെട്ടെന്ന് വേണം. പയ്യന്റെ വീട്ടിൽ നിന്ന് അവരിപ്പോ പുറപ്പെടും. മായ എന്തായി കാണിക്കണത്? ഇതുപോലുള്ള അവസരത്തിലല്ലേ വീട്ടിലെ ആളിന് ആളുണ്ടാവാൻ. എന്ന് പറഞ്ഞ അവക്ക് അവളുടെ ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? പെട്ടെന്ന് അവരവളെ ഒരു മെഡിക്കൽ ക്യാമ്പിനെ വിളിച്ചോണ്ട് പോയി. അവള് വന്നോളും. നമുക്കിവിടെ അത്യാവശ്യത്തിന് സഹായിക്കാൻ കൃഷ്ണയുണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ ശ്രീയുടെ ആ ഫ്രണ്ട്സിനെ കൂടെ വിളിക്കാം, അത്ര തന്നെ. ശരി ശരി. അപ്പൊ മോളോ? അവളെ കൃഷ്ണ ഒരുക്കിക്കൊണ്ടിരിക്കുക. ശ്രീയുടെ അച്ഛൻ അവിടെ എങ്ങനെ പോയി മിണ്ടാതിരിക്കെ. സമയത്തിന് കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളും. ശരി തന്നെ. എന്നാലും ഒരു വെപ്രാളമുണ്ട് സരോജം. ഒന്നും വരാതെ നിശ്ചയം നടന്നാൽ മതിയായിരുന്നു. ബാബു, അതെ അതെ അതെ, അവിടെ തന്നെ. എന്റെ മകളുടെ സന്തോഷത്തിന് ഈ വിവാഹമാണ് തടസ്സം. ഇതിനേക്കാൾ വലിയൊരു തടസ്സം ഇനി വരാനില്ല. എന്റെ കരിക്കൊത്തിയമ്മേ, നീ തന്നെ തീരുമാനിക്ക് എന്താണ് നടക്കേണ്ടതെന്ന്. ഇനി മുതല് സച്ചിയുടെ പേരിന് എന്റെ ഫോണിൽ സ്ഥാനം ഉണ്ടാവും കൃഷ്ണ. ഞാൻ അയാളുടെ പേര് എന്റെ ഫോണിൽ ഫീഡ് ചെയ്തു. ഇത് നീ എന്താ ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ. അതെടി, ഫോർമാലിറ്റിയാ. ഇനി മുതൽ സച്ചിയുടെ നമ്പർ എന്റെ ഫോണിൽ അൺനോൺ നമ്പറായിട്ട് കിടക്കില്ല. പക്ഷെ സച്ചി എന്റെ മുമ്പിൽ വന്നു നിന്നാ എനിക്ക് അൺനോൺ പേഴ്സണായിട്ട് കാണാൻ പറ്റും. അതാണ് വിരോധാഭാസം. അയ്യോടി കൃഷ്ണ, ദേ ഫോണില് കോൾ ഹിസ്റ്ററിയില് രവി സാറിന്റെ നമ്പർ കാണുന്നുണ്ടല്ലോ. സാറ് വിളിച്ചു കാണും, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇല്ല കൃഷ്ണ, ഈ ഫോണിൽ നിന്ന് അങ്ങോട്ടാ കോള് വിളിച്ചിരിക്കുന്നെ. അതും രാത്രി 3:45. രാത്രി 3:45? അതെ. രാത്രി നീ അറിയാതെ ഞാൻ ഉറക്കത്തിനിടയിൽ ഫോൺ വിളിച്ചു കാണും. അറിയാതെ ഫോൺ വിളിക്കാനോ? അതെന്താ നിനക്ക് അത്ര ഓർമ്മയില്ലാത്തത്? ഇല്ലടി, സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ വിളിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. എങ്കിൽ ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും. വേറെ ആരാടി ആ സമയത്ത് എന്റെ ഫോൺ എടുത്ത് രവി സാറിനെ വിളിക്കുന്നത്? ആദ്യം വിശ്വാസം എന്ന ഈ പേര് വേണം മാറ്റാൻ. നീ എന്തോന്നാ മാറ്റാൻ പോകുന്നത്? സാറിന്റെ പേര് രവിചന്ദ്ര വർമ്മൻ എന്ന് മാറ്റുന്നു, അത്ര തന്നെ.
പുറത്തെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. അതാ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ശ്രീ, ഞാനിപ്പോ വരാം. ഞാൻ എന്തു പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കും മോളെ? നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മകനോടാണെങ്കിൽ എനിക്കെന്തെങ്കിലും ദേഷ്യപ്പെടാമായിരുന്നു. നിന്റെ മുൻപിൽ നിൽക്കുമ്പോ ഞാൻ അറിയാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടുമോന്ന് ഭയം എനിക്കുണ്ട്. ഇതെന്തായാലും നിനക്ക് തന്നെ വന്ന് ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് വേണം മോളിന്ന് ധരിക്കാൻ. ഇതെല്ലാം എന്തിനാണമ്മേ? വേണ്ടെന്ന് പറയരുത് മോളെ, പ്ലീസ്. അമ്മ വന്നെന്നെ അനുഗ്രഹിച്ചത് തന്നെ എന്റെ ഭാഗ്യാണ്. ഇതൊന്നും വേണ്ട എനിക്ക്. അമ്മ ഇത് തിരികെ കൊണ്ടുപോകണം. എന്റെ കയ്യിൽ നിന്ന് ഇതെങ്കിലും വാങ്ങു മോളെ. ആ ഒരു ദയെങ്കിലും മോള് കാണിക്ക്. അമ്മ പ്ലീസ് അമ്മ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. എന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അത്രയെങ്കിലും ആശ്വാസം എനിക്കുണ്ട്. എന്റെ സങ്കടം ആരും അറിയണ്ടെന്ന് വെച്ചിട്ടാ ഞാനൊന്നും മിണ്ടാത്തത്.